കൂട്ടബലാത്സംഗ കേസുകളിൽ ലൈംഗിക പീഡനം നടത്തിയത് ഒരാൾ മാത്രമാണെങ്കിലും സംഘത്തിലെ മറ്റുള്ളവരെയും ശിക്ഷിക്കാമെന്ന് സുപ്രീം കോടതി. ഓരോ പ്രതിയും പീഡിപ്പിച്ചതിന്റെ തെളിവുകൾ പ്രത്യേകം ഹാജരാക്കണമെന്നില്ല. പൊതു ഉദ്ദേശം പരിഗണിച്ച് എല്ലാ പ്രതികളും കുറ്റവാളികളെന്നും കോടതി പറഞ്ഞിരിക്കുന്നു. ജസ്റ്റിസ് സഞ്ജയ് കരോൾ, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റെതാണ് ഉത്തരവ്. അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. അബ്ദുൾ റഷീദ്, വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ, ഒരു ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ഈ കൂട്ടബലാത്സംഗ കേസുകളിൽ പീഡനം നടത്തിയത് ഒരാൾ മാത്രമാണെങ്കിലും എല്ലാവരെയും ശിക്ഷിക്കാം അതിൽ എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും ഈ കൂട്ടബലാത്സംഗ കേസുകളിൽ ഏറെ നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും ഇത്തരം കേസുകളിൽ ലൈംഗിക പീഡനം നടത്തിയിട്ടുള്ളത് ഒരാളാണെങ്കിൽ പോലും സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരും ശിക്ഷയ്ക്ക് അർഹരാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. IPC 376 വകുപ്പ് പ്രകാരം കൂട്ടബലാത്സംഗ കേസിൽ ഒരാൾ ചെയ്താൽ ആ കൂട്ടത്തിലെ എല്ലാവരും കുറ്റക്കാരാകും. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ പൊതു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കൂട്ടത്തിലുള്ളവർ ഇത്തരത്തിലുള്ള കൃത്യം ചെയ്തതെങ്കിൽ അത് കൃത്യമായി എല്ലാവരും ശിക്ഷിക്കപ്പെടാനുള്ള കാരണമാകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും ജസ്റ്റിസ് സഞ്ജയ് കരോൾ അതോടൊപ്പം KV വിശ്വനാഥൻ എന്നിവർ അടങ്ങിയിട്ടുള്ള ബെഞ്ചാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെട്ടുള്ളത്. പ്രധാനമായും 2004 മധ്യപ്രദേശിലെ കട്നി ജില്ലയിൽ ഒരു യുവതിയെ തട്ടിക്കൊണ്ടു പോകുന്നതുമായി ബന്ധപ്പെട്ട 2 പേരെ കേസിൽ ശിക്ഷിച്ചിരുന്നു. ഇവർക്കെതിരെ കൂടുതൽ പേർ, അതായത് ഇത്തരത്തിൽ കൂട്ടബലാത്സംഗം ചെയ്തിട്ടുണ്ട് 2 പേരെ മാത്രമാണ് കോടതി ശിക്ഷിച്ചത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സുപ്രീം കോടതിയെ പ്രതികരിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇത്തരത്തിലൊരു വാദം അല്ലെങ്കിൽ ഒരു ഉത്തരവ് ഇട്ടിരിക്കുന്നത്. പ്രധാനമായും കൂട്ടബലാത്സംഗ കേസുകളിൽ ഓരോ പ്രതിയും പീഡിപ്പിച്ചതിന്റെ തെളിവുകൾ പ്രത്യേകമായി ഹാജരാക്കണമെന്ന് നിർബന്ധമില്ല. ഒന്നോ അതിലധികമോ കുറ്റവാളികൾ ഒരേ ഉദ്ദേശത്തോടെയാണ് കുറ്റം ചെയ്തതെന്ന് കണ്ടെത്തിയാൽ എല്ലാവരെയും ഒരേപോലെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ, ശിക്ഷിക്കപ്പെടാനുള്ള അർഹതയുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളാണ് അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് നൽകിയത്.